എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അതാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് ഗ്രാജുവലി അങ്ങോട്ടും വരും. ഓക്കെ, നമുക്കപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ നമുക്ക് തുടങ്ങാം. ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ നമ്മൾ ആദ്യമേ അറിയേണ്ടത്, നമ്മൾ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഫിസിക്സിനകത്ത് 4 സെക്ഷൻസ് ആണുള്ളത്: ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഓപ്റ്റിക്സ് ആൻഡ് മോഡേൺ ഫിസിക്സ്. 4 സെക്ഷൻ. ഓരോ സെക്ഷനും അപ്രോക്സിമേറ്റ്ലി 25% ടോപ്പിക്കായിരിക്കും വരിക. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് 2 കാര്യങ്ങളാണുള്ളത്: ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, ദാറ്റ് ഈസ് ചാർജസ് അറ്റ് റെസ്റ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സും ഉണ്ട്, ദാറ്റ് ഈസ് ചാർജസ് ഇൻ മോഷൻ. ഇതാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ കപ്പാസിറ്റർ. 2 ചാപ്റ്ററാണ്: ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റർ. ഇലക്ട്രോ ഡൈനാമിക്സിനകത്ത് നമുക്ക് വരുന്നതാണ് കറണ്ട്, ഇലക്ട്രിസിറ്റി. നമ്മൾ അതിനകത്ത് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, അത് കഴിഞ്ഞ് കപ്പാസിറ്റർ. നമുക്ക് അങ്ങനെ എടുത്തു പോകാം. അപ്പം നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് 1-2 കാര്യങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. എന്താണ് ചാർജ്? വാട്ട് ഈസ് ചാർജ്? ചാർജിന് പ്രത്യേകിച്ച് ഡെഫിനിഷൻസ് ഒന്നുമില്ല. ചാർജ് പറയുന്നത് when two bodies rubbed with each other, then some kind of particles are transferred from one body to another. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന പാർട്ടിക്കിൾസ് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോൺസ്. അപ്പോൾ 2 ബോഡികൾ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുന്നു. when two bodies rubbed with each other, some kind of particles are transferred from one body to another. These particles are named as electrons. The body which gains electrons are negatively charged and the body which loses electrons are positively charged. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്ന സാധനം. ഇലക്ട്രോണിന്റെ ചാർജ് നമുക്കറിയാമല്ലോ. ഇലക്ട്രോണിന്റെ ചാർജ് -1.6 × 10⁻⁻19 കൂളം. കൂളം എന്താണെന്ന് ഞാൻ പറയാം. പ്രോട്ടോണിന്റെ ചാർജ് ആണെന്നുണ്ടെങ്കിൽ പ്രോട്ടോണിന്റെ ചാർജ് ഈസ് ഈക്വൽ ടു +1.6 × 10⁻⁻19 കൂളം പോകണം. അപ്പൊ ഇതിനകത്ത് സാധാരണ ഒരു എൻട്രൻസിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും: ഇവൻ എ ബോഡി ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്, ഇറ്റ്സ് മാസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് എന്നൊരു ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. നെഗറ്റീവ്ലി ചാർജ്ഡ് മീൻസ് ഇലക്ട്രോൺസ് വന്ന് കയറുമ്പോഴാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആകുക. ദെയർഫോർ ഇലക്ട്രോൺസ്, എത്ര ഇലക്ട്രോൺസ് വന്ന് കയറുന്നു അത്രയും പേരുടെ മാസ് കൂടും. when a body is positively charged, its mass decreases. ഇവന്റെ മാസ് കുറയും. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയുടെ മാസ് ഇൻക്രീസസ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സാധാരണയൊക്കെ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പൊ എന്തായാലും ചാർജ് എന്ന് പറയുമ്പോൾ when two bodies rubbed with each other, some kind of particles are transferred. These particles are called electrons. And the body which gains electrons are negatively charged, and the body which loses electrons are positively charged. ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളംബാണ്. And it is represented by C. And its dimension is equal to IT. ഡയമെൻഷൻ എന്ന് പറയുന്നത് IT ആണ്. അത് എവിടെ നിന്ന് കിട്ടുന്നു? ഡയമെൻഷണൽ അനാലിസിസ് അറിയാമല്ലോ. റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റുകൾ, അതായത് 7 ബേസിക് യൂണിറ്റ് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. SI സിസ്റ്റത്തിലെ 7 ബേസിക് യൂണിറ്റ്. ആ ബേസിക് യൂണിറ്റുകളുടെ ടേമിൽ എഴുതുക. അതിനകത്ത് കറണ്ട് എന്ന് പറയുന്നത് ബേസിക് യൂണിറ്റ് ആണ്, ടൈം ബേസിക് യൂണിറ്റ് ആണ്. Therefore current I is equal to charge by time. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. Therefore charge is equal to I into T. Therefore dimension of charge is equal to IT. ഈ ചാർജ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു സ്കലാർ ക്വാണ്ടിറ്റി ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത്രയുമാണ് ചാർജിനെ കുറിച്ച്. ചാർജിന്റെ യൂണിറ്റ് കൂളംബാണ്, റെപ്രസെന്റേഷൻ C ആണ്, ഡയമെൻഷൻ IT ആണ്, അതുപോലെ ഇത് സ്കലാർ ക്വാണ്ടിറ്റി ആണ്. ഈ ചാർജസിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് ചാർജ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അത് ഞാൻ പറയാം. ഇൻഡ്യൂസ്ഡ് ചാർജ് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ചാർജിന്റെ പ്രോപ്പർട്ടി ആയി. ഈ ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്? ചാർജിന് 3 പ്രോപ്പർട്ടി ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഒന്ന് അഡിറ്റീവ് പ്രോപ്പർട്ടി ഓർ അഡിറ്റിവിറ്റി. എന്താ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? വേറൊന്നുമില്ല, ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം. ഏതൊരു സിസ്റ്റത്തിന്റെയും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഓൾജിബ്രായിക് സം ഓഫ് ദ ചാർജസ് ഓൺ ഇൻഡിവിജ്വൽ ബോഡീസ്. ഇൻഡിവിജ്വൽ ബോഡികളുടെ ചാർജുകളുടെ ഓൾജിബ്രായിക് സം. കാരണം ചാർജ് സ്കലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിന്റെ സം എടുക്കുമ്പോൾ ഓൾജിബ്രായിക് സം. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നത്, വൈൽ ആഡിങ് ദീസ് ചാർജസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ സൈൻ ഓഫ് ചാർജ്. ചാർജിന്റെ സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത്
ഇപ്പൊ ഇങ്ങനെ ഇതൊരു സിസ്റ്റം ആണെന്ന് കരുതാം. ഇതിനകത്ത് നമ്മൾ 6 പേരിരിക്കുന്നു. ഇയാളുടെ 5, 3, 2, 8, 5, 1. വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് എന്ന് ചോദിച്ചാൽ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു 5 + 3 + 2 + 8 + 1 + 5. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 24. എന്നാൽ ഇതിനകത്ത് ഈ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ അവനെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണ് അതിന്റെ? അപ്പോൾ 6 16 എന്ന് വരും അല്ലേ? 16 ആണെന്ന് തോന്നുന്നു. നോക്കുക എത്ര? 5 8ഉം കൂടെ ക്യാൻസൽ ആയപ്പോൾ ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓൺലി 8. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പൊ ചാർജിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ചാർജിന്റെ സൈൻ ഉണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് ഇൻ ദ കേസ് ഓഫ് വൈൽ ആഡിങ് ചാർജസ് substitute the sign of charge. Charge is a scalar quantity, therefore total charge on any system is the algebraic sum of the charges on individual bodies. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ while adding charges substitute the sign of charge. ഒരു ബോഡിയിൽ ഇരിക്കുന്ന ചാർജ്, അതുകൊണ്ടാണ് നമ്മൾ സാധാരണ കേസിൽ ആറ്റങ്ങൾ ന്യൂട്രൽ ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഒരു ആറ്റത്തിന്റെ കേസിൽ 10 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ അത്രയും തന്നെ ഇലക്ട്രോൺസും ഉണ്ടാവും. 10 പ്രോട്ടോൺസിന്റെ, അതുകൊണ്ടാണ് ആറ്റം ഈസ് ആസ് എ ഹോൾ ഈസ് ന്യൂട്രൽ ബട്ട് ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്. കാരണം ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് കറങ്ങുക. therefore ആറ്റം ആസ് എ ഹോൾ ഈസ് ന്യൂട്രൽ ബട്ട് ന്യൂക്ലിയസ് ഈസ് പോസിറ്റീവ്ലി ചാർജ്. അത് ഓർത്തിരിക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസർവേറ്റീവ് പ്രോപ്പർട്ടി. എന്താ കൺസർവേറ്റീവ് പ്രോപ്പർട്ടി? ചാർജിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല. ചാർജ് നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജസ് ആർ ഓൺലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. ചാർജിനെ നമുക്ക് ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റൂ. അതാണ് കൺസർവേറ്റീവ്. ദാറ്റ് ഈസ് ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ഏതൊരു സിസ്റ്റത്തിന്റെയും ടോട്ടൽ ചാർജ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ചാർജ് നെയ്തർ ക്യാൻ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇമ്പോർട്ടന്റ് ആണ്, ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി. എന്താ ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ചാർജിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ, അപ്പോൾ ഒരു ചാർജ്, ഒരു ബോഡിയിൽ ചാർജ് ചെയ്യുക, അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്താൽ അവസാനം ഇ എന്ന് പറയുന്ന ചാർജിലെത്തി നിൽക്കും. ഇതിനെ പിന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രോണിന്റെ ചാർജിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളുടെ കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസിന്റെ ലോസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പോൾ ഒരു ബോഡിയിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ദിസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് മീൻസ് 1 2 3 4 5 6 എക്സെട്ര. അതായത് നമ്മളിപ്പോൾ നോർമലി പറയുന്നത്, നമ്മൾ ഒരു ക്ലാസ്സിലിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്ലാസ് എടുത്തു, ഈ ക്ലാസ്സിനകത്ത് 10 സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു 2 ക്ലാസ്സിൽ പോയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 2 ക്ലാസ്സിൽ വേണമെങ്കിൽ 5 ആയിട്ട് വന്നിരിക്കാം. ഇതിനകത്ത് ഒരു ക്ലാസ്സുകാരനോട് ഞാൻ വീണ്ടും 2 ക്ലാസ്സിൽ പോയിരിക്കാൻ മേൽ അവരെന്ത് ചെയ്യും? 3 2 ആയിട്ട് പോയിരിക്കും. 2വിനോട് വീണ്ടും ഒരു ക്ലാസ്സിൽ പോയിരിക്കാൻ മേൽ അവർ 1 1 ആയിട്ടിരിക്കും. ഈ 1കാരനോട് ഞാൻ വീണ്ടും 2 ക്ലാസ്സിൽ പോയിരിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. കാരണം ഒരു സ്റ്റുഡൻസിന്റെ എണ്ണം എപ്പോഴും 1 പകുതിയായിട്ട് മുറിക്കാൻ പറ്റില്ല. പക്ഷെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഫ്രാക്ഷൻസ് വന്നേക്കാം, പക്ഷെ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് ഈക്വൽ ടു 5. വാട്ട് ഈസ് വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2, വാട്ട് ഈസ് വൺ ഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ആൻസർ ഈസ് ഈക്വൽ ടു 2.5 എന്ന് കിട്ടും. അത് തിയററ്റിക്കലി പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അതുപോലെ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇലക്ട്രോൺസ്. therefore ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് NE, വേർ NE ഈസ് ഈക്വൽ ടു 0 1 2 3 4 എക്സെട്ര. ഈ കോണ്ടന്റ് നമ്പർ, അതാണ് ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി. ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ integral multiples of a minimum amount of charge. That minimum amount of charge is called electron. That is total charge on any system is the integral multiples of charge of electron എന്ന് പറയുന്നതാണ് ക്വാണ്ടൈസേഷൻ പ്രോപ്പർട്ടി. അപ്പൊ ചിലപ്പോൾ നമുക്ക് എക്സാമിനേഷൻ ചിലപ്പോൾ തരും ചാർജ് Q ഈസ് ഈക്വൽ ടു 2.5e. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. 2.5e ഉണ്ടാവില്ല. അവിടെ വരാവുന്ന ഒന്നുകിൽ 3e അല്ലെങ്കിൽ 2e. പിന്നെ പ്രോബ്ലം തരുമ്പോഴത്തേക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ചെയ്തോണം. പക്ഷെ അതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത് റോങ് ആണ്. 2.5e എന്ന് പറയുന്നത് റോങ് ആണ്. ബിക്കോസ് ടോട്ടൽ ചാർജ് ഓൺ എനി സിസ്റ്റം ഈസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് ഇ ആയിരിക്കണം. ഇതാണ് നമ്മുടെ 3 പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി
ഈ ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ഇൻഡ്യൂസ്ഡ് ചാർജ്, നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ മാഗ്നറ്റിസം ഒക്കെ വരുമ്പോൾ നമ്മൾ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം, ഇൻഡ്യൂസ്ഡ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈം കേൾക്കുമ്പോൾ ഞെട്ടരുത്. എന്താണ് ഇൻഡ്യൂസ്ഡ്? ഒരുത്തന്റെ പ്രസൻസ് കൊണ്ട് അയാളുടെ പ്രോപ്പർട്ടി വേറെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് എഫക്റ്റ്. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു മാഗ്നറ്റ് നമ്മൾ എടുത്തു. ഈ മാഗ്നറ്റിന്റെ അടുത്ത് നമ്മൾ ഒരു മുട്ടുസൂചി എടുത്ത് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു വെച്ചു, ഒരു പിൻ. ഇതിനെ പിടിച്ച് ഇതിന്റെ കുറച്ചു നേരം അടുത്ത് വെച്ച ശേഷം മാഗ്നറ്റിനെ അങ്ങ് മാറ്റി കഴിഞ്ഞ് നോക്കിയാൽ ഇവൻ ഒരു മാഗ്നറ്റായിട്ട് മാറിയതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവന്റെ പ്രസൻസ്, ഇവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ല, ഇവന്റെ പ്രസൻസ് കൊണ്ട് ഇയാൾ എന്തായിട്ട് മാറി? ഒരു മാഗ്നറ്റായിട്ട് മാറി. അപ്പോൾ when an iron bar is placed near to a magnet for some time, and when the magnet is removed, this material behaves like a magnet. This is called induced magnetism. ഒരുത്തന്റെ പ്രസൻസ് കൊണ്ട് അയാൾക്ക്, മറ്റേ നമ്മൾ നേരത്തെ റബ്ബിംഗ് ആണ്, there is a contact. ഇവിടെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ചാർജ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൺസിഡർ എ സ്പിയർ, ഒരു മെറ്റാലിക് സ്പിയർ ആണ്. ദിസ് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ഈക്വൽ ആൻഡ് therefore there is no net charge. ഞാൻ ഇതിന്റെ അടുത്തേക്ക് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡിനെ ഞാൻ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. When the negatively charged rod is placed near to this sphere, ഇതിനകത്തിരിക്കുന്ന പോസിറ്റീവ് ചാർജുകളെല്ലാം കൂടി ഇയാൾ അട്രാക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരും, നെഗറ്റീവ് ചാർജുകളെല്ലാം റിപ്പൽ ചെയ്ത് മറു സൈഡിലേക്ക് വിടും. അപ്പോൾ പോസിറ്റീവ് ചാർജസ് ആർ അട്രാക്റ്റഡ് ടുവേഴ്സ് ദ നെഗറ്റീവ് സൈഡ്, നെഗറ്റീവ് ചാർജസ് ആർ റിപ്പൽഡ് ടു ദ ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഞാൻ പതുക്കെ അങ്ങ് എർത്ത് ചെയ്യുന്നു. When this is earthed, this negatively charged particles are completely flows towards the earth. എർത്തിലേക്ക് ഫ്ലോ ചെയ്തു പോകും. അതിനുശേഷം ഞാൻ ഇതിനെ അങ്ങ് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഈ അയൺ റോഡിനെ ഞാൻ അങ്ങ് റിമൂവ് ചെയ്യുന്നു. എന്ത് സംഭവിക്കും? These positive charges distributed over the whole sphere. That is positively charged. This is called induced effect. അപ്പൊ ഇവിടെ വന്ന് ഈ റോഡ് ഇതുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ല, അടുത്ത് കൊണ്ടുവന്ന് കുറച്ചു നേരം പിടിച്ചത് മാത്രമേ ഉള്ളൂ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ചാർജ്. ഇതൊക്കെ മെയിനായിട്ട് നമുക്ക് വരുന്ന കപ്പാസിറ്റേഴ്സിനകത്താണ് ഇൻഡ്യൂസ്ഡ് ചാർജ് ഒക്കെ മെയിനായിട്ട് നമുക്ക് വരിക. അപ്പൊ ഇതാണ് നമ്മുടെ അപ്പൊ ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ഇങ്ങനെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാം. അപ്പൊ നമുക്ക് ചാർജിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ. അപ്പോൾ വാട്ട് ഈസ് ചാർജ്? When two bodies, ചാർജിന് ഡെഫിനിഷൻ ഒന്നുമില്ല. When two bodies rubbed with each other, some kind of particles are transferred from one body to another. And these particles are called electrons. The body which gains electrons are negatively charged, and the body which loses electrons are positively charged. When a body is positively charged, its mass decreases, and when a body is negatively charged, its mass increases. അതുകൂടെ just ഓർത്തിരിക്കാം. And the unit of charge is equal to coulomb, dimensionality, scalar quantity ആണ്. Then the three properties, additive property, conservative property, and quantization property. Then charging by induction. ഇനിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ അടുത്ത കാര്യം, കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഈ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്ന സാധനം പല സ്ഥലത്തും നമുക്ക് കാണാറുണ്ട്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒത്തിരി സ്ഥലത്തുണ്ട്. ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ മാഗ്നറ്റിസം, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഗ്രാവിറ്റേഷൻ, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഫോട്ടോമെട്രി, ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയിൽ ഇൻവേഴ്സ് സ്ക്വയർ ആണ് കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. എവിടെയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ വന്നാൽ അതിന് പറയുന്നവരാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയാം. ഗ്രാവിറ്റേഷൻ പഠിച്ച നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. കാരണം ഗ്രാവിറ്റേഷൻ, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം ഈ മൂന്ന് ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. കമ്പാരിസൺ നടത്തി പഠിക്കണം. ഗ്രാവിറ്റേഷനകത്ത് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എല്ലാം ഇവിടെ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് ലോ. മാഗ്നറ്റിസം വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ, അങ്ങനെയെല്ലാം എല്ലാം കമ്പാരിസൺ തരത്താണ്. പിന്നെ നിങ്ങൾ നന്നായിട്ട് ഓർക്കുക, ഇലക്ട്രിസിറ്റിയിൽ പഠിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിന്നീട് മാഗ്നറ്റിസം പഠിക്കുമ്പോൾ, മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനകത്ത് ഇതെല്ലാം അതുപോലെ തന്നെ ഒരു ചെറിയ രണ്ട് മാറ്റങ്ങൾ വരുത്താൻ നമുക്കറിയാമെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചാൽ അത് ഫ്രീ ആണ്. മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമുക്ക് കുറെ ലെറ്റേഴ്സ് മാത്രം മാറ്റി എഴുതിയാൽ മതി. വളരെ എളുപ്പമാണ് ആ ചാപ്റ്റർ. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കാം. ഇൻവേഴ്സ് സ്ക്വയർ ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, when two charges Q1 and Q2
are separated by a distance r in vacuum. Vacuumത്തിൽ ഇരിക്കുകയാണെങ്കിൽ there is a force of attraction or repulsion between these two charges. രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ there is a repulsion. Both are negative charge, then there is a repulsion. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ there is a force of attraction. That force is directly proportional to the product of their charges and inversely proportional to the square of the distance between them. ഗ്രാവിറ്റേഷൻ അത് നമ്മൾ എന്ത് പറയുമായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് m1m2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. മാസ് മാറി ചാർജ് ആയി. അവിടെ ഗ്രാവിറ്റേഷൻ, ഇവിടെ ചാർജ്. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ there is a constant. That constant is suppose it is ഞാൻ a എന്ന് എടുക്കുന്നു. The force between these two charged particles, force of attraction ആയാലും repulsion ആയാലും, that force is equal to a into q1 q2 divided by r square, where a is equal to 1 by 4 pi epsilon 0. അവിടെ എപ്സിലോൺ 0 എന്ന് പറയുന്നത് എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു 8.85 into 10 raised to minus 12. അത്രയും എന്ത് അത് പറയാം. ഇതിന് യൂണിറ്റ് ഞാൻ പറയാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കണം. ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കും. ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കി എളുപ്പമാണ്. ഇൻട്രൊഡക്ഷൻ മനസ്സിലാക്കണം, ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എപ്സിലോൺ 0 എന്ന് പറയുന്നത് 8.85 into 10 raised to minus 12. അതിന്റെ യൂണിറ്റ് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? F is equal to 1 by 4 pi epsilon 0 q1 q2 divided by r square. എപ്സിലോൺ 0 ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തപ്പോൾ എപ്സിലോൺ 0 is equal to 1 by 4 pi f. 1 by 4 പൈക്ക് യൂണിറ്റ് ഇല്ല. ചാർജിന്റെ യൂണിറ്റ് കൂളം സ്ക്വയർ ബൈ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് എപ്സിലോൺ 0. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് എപ്സിലോൺ 0 ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം സ്ക്വയർ. പഠിച്ചു വയ്ക്കുക. അപ്പോഴേക്ക് എന്താ സാർ ഈ എപ്സിലോൺ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സിലോൺ 0 ഈസ് കാൾഡ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. എന്താണ് പെർമിറ്റിവിറ്റി? ഇറ്റ് ഈസ് എ എബിലിറ്റി ടു പെർമിറ്റ്. ആ വാക്കിനകത്ത് തന്നെ ഉണ്ട് എബിലിറ്റി ടു പെർമിറ്റ്. മിക്കവാറും നമ്മുടെ ഇതുപോലെ വരുന്ന സാധനങ്ങളുടെ എല്ലാം അർത്ഥം ആ വാക്കിനകത്ത് തന്നെ. മൊബിലിറ്റി, എബിലിറ്റി ടു മൂവ്. റെസിസ്റ്റിവിറ്റി, എബിലിറ്റി ടു റെസിസ്റ്റ്. കണ്ടക്ടിവിറ്റി, എബിലിറ്റി ടു കണ്ടക്ട്. അതുപോലെ പെർമിറ്റിവിറ്റി, എബിലിറ്റി ടു പെർമിറ്റ്. പെർമിയബിലിറ്റി ഉണ്ട്, അതെന്താണെന്ന് പിന്നീട് നിങ്ങൾ ആലോചിക്കുക. ഇതുപോലെ ആലോചിക്കരുത്, അതിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പൊ പെർമിറ്റിവിറ്റി മീൻസ് എബിലിറ്റി ടു പെർമിറ്റ്. എന്താണ് എബിലിറ്റി ടു പെർമിറ്റ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള വാക്വത്തിന്റെ എബിലിറ്റി. എബിലിറ്റി ടു പെർമിറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അതായത് ഒരു ചാർജിനെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരും. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പെർമിറ്റ് ചെയ്യാനുള്ള വാക്വത്തിന്, വാക്വം ആണെങ്കിൽ വാക്വത്തിന്റെ കഴിവിന് പറയുന്ന പേരാണ് എബിലിറ്റി ടു പെർമിറ്റ്. എബിലിറ്റി ടു പെർമിറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിട്ട് മാറും? ഫോഴ്സ് ഇൻ വാക്വം ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 into q1 q2 divided by r square. This is the equation for the force. ഈ 4 pi epsilon 0 ഇതിന്റെ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതിന്റെ ആൻസർ 9 into 10 raised to 9 എന്ന് കിട്ടും. അതുകൊണ്ട് ഇതിന്റെ വാല്യൂ അങ്ങ് പഠിച്ചു വയ്ക്കുക. എപ്സിലോൺ 0 ഈസികൾ നമ്മൾ ഒരിക്കലും എപ്സിലോൺ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. എവിടെയെങ്കിലും 1 by 2 pi epsilon 0 എന്ന് കാണുമ്പോൾ അയ്യോ 4 അല്ലല്ലോ എന്ന് കരുതി ഇരിക്കരുത്. ഉടനെ എന്ത് ചെയ്ത് വേണം? 2 divided by 4 pi epsilon 0 എന്ന് എഴുതണം. Therefore answer is equal to 2 into 9 into 10 raised to 8. പെട്ടെന്ന് നമുക്ക് 10 raised to 9 പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അല്ലാതെ അവിടെ ഇപ്പൊ ഇങ്ങനെ ചിലപ്പോൾ 1 by pi epsilon 0 ഉടനെ പൈയുടെ എപ്സിലോൺ 0യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കരുത്. ഉടനെ അവിടെ ചെയ്യേണ്ടത് 4 മുകളിലും താഴെയും ഇടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 into 9 into 10. ഇങ്ങനെ ചെയ്യാനൊക്കെ നമുക്ക് സ്പീഡൊക്കെ ആകണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് 8.85 into 10 raised to minus 12 പെർമിറ്റിവിറ്റി. Therefore 1 by 4 pi epsilon 0 is equal to 9 into 10 raised to 9. ഇനി നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യം ശ്രദ്ധിച്ചോണം, നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ വാക്വത്തിലിരിക്കുന്ന സമയത്താണ് ഫോഴ്സ്. എയറിലിരിക്കുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസം വരും. പക്ഷെ നമ്മൾ എയറിലിരിക്കുന്നതിനെ അപ്രോക്സിമേറ്റ്ലി നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? വാക്വമായിട്ട് അങ്ങ് എടുക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുന്നു ഫോഴ്സ് ഇൻ എയർ എന്ന് ഞാൻ എഴുതുന്നു. സ്ട്രിക്റ്റ് സെൻസിൽ പറഞ്ഞാൽ ഇത് തെറ്റാണ്, സ്ട്രിക്റ്റ് സെൻസിൽ തെറ്റാണ്. എയറിലിരിക്കുമ്പോഴുള്ള ഫോഴ്സിനേക്കാളും വാക്വത്തിലിരിക്കുന്ന ഫോഴ്സിനേക്കാളും എയറിൽ വരുമ്പോൾ ഒരു അല്പം കുറയും. ആ ഒരു അല്പം കുറയുന്നു എന്ന് പറഞ്ഞ് ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നു.
അതുകൊണ്ട് ഫോഴ്സ് ഇൻ വാക്വം ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ. ഫോഴ്സ് ഇൻ വാക്വം ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ എന്ന് എഴുതി ഞാൻ അതിന്റെ ആൻസർ എഴുതി. അപ്പോൾ ഫോഴ്സ് ഇൻ എയർ ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇത് ഞാൻ മായ്ച്ചു കളയുന്നു, ഇതിന് വേണ്ട. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ രണ്ട് ചാർജിനെയും എയറിലിരിക്കുമ്പോൾ ഇതാണ് ഫോഴ്സ് എങ്കിൽ ഇവരെ എടുത്ത് നമ്മളൊരു മീഡിയത്തിനകത്തേക്ക് ഞാൻ വെച്ചു, വാട്ടറിനകത്തേക്ക് ഞാൻ ഇമ്മേഴ്സ് ചെയ്തു. വാട്ട് ഹാപ്പൻസ് ടു ദ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ദ ന്യൂ ഫോഴ്സ് ഇൻ ദാറ്റ് മീഡിയം, ഏതാണോ ആ മീഡിയത്തിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 1/4πε into Q1 Q2 divided by r square, where epsilon is the permittivity of that medium. ഇവിടെ എപ്സിലോൺ 0 അത് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. മീഡിയത്തിൽ ഇരിക്കുകയാണെങ്കിൽ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി വരണം, വാക്വത്തിലിരിക്കുമ്പോൾ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റി, വാട്ടറിലിരിക്കുമ്പോൾ വാട്ടറിന്റെ പെർമിറ്റിവിറ്റി വരണം, കെറോസിലിരിക്കുമ്പോൾ കെറോസിന്റെ പെർമിറ്റിവിറ്റി. പക്ഷേ ഈ പെർമിറ്റിവിറ്റി നമുക്ക് ഒരിക്കലും തരില്ല, എപ്സിലോൺ ഒരിക്കലും തരില്ല. പകരം ഒരാളെ തരും. എന്താണെന്ന് അറിയാവോ? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എന്താ റിലേറ്റീവ് പെർമിറ്റിവിറ്റി? റിലേറ്റീവ് പെർമിറ്റിവിറ്റി അതിനെ നമുക്ക് എപ്സിലോൺ ആർ എന്നോ കെ എന്നോ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്വത്തിന് നമ്മൾ പറയുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റി ഓഫ് എനി സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഏതെങ്കിലും ഒരാളുടെ ഡെൻസിറ്റിയെ വാട്ടറിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ വാട്ടറാണ് അവിടെ റെഫറൻസ് ആയിട്ട് എടുത്തിരിക്കുക, വാട്ടറിനെയാണ് റെഫറൻസ് ആയിട്ട് എടുക്കുക. അതുപോലെ വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിയെ റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് എനി മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്വത്തിന് പറയുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്നും പറയും, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് തരുന്നത് കെയുടെ വാല്യൂ തരും, ഒരിക്കലും നമുക്ക് പെർമിറ്റിവിറ്റി തരില്ല, പകരം കെ തരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? എപ്സിലോൺ 0 അറിയാം, കെ അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതും? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 k into Q1 Q2 divided by r square എന്ന് നമ്മൾ എഴുതും. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഫോഴ്സ് ഇൻ മീഡിയം. അപ്പൊ ഇതാണ് ആക്ച്വലി, അതിനെ ഇങ്ങനെ ആക്കാം നമുക്ക്. അപ്പൊ പെർമിറ്റിവിറ്റി ഓഫ് ദ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ 1/4πε. അപ്പൊ നോക്കിയേ, ഇത്രയും ഇതിന്റെ കൂട്ടത്തിൽ ഡിനോമിനേറ്ററിൽ ഒരു കെ വന്നു. അതിന്റെ അർത്ഥം ഫോഴ്സ് കെ ടൈംസ് കുറയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫോഴ്സ് ഇൻ നിയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു കെ എന്ന് കിട്ടും. അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ എയർ ബൈ കെ. അതിന്റെ അർത്ഥം when these two charges are placed in medium, then the force between them decreases by k times. അവരുടെ തമ്മിലുള്ള ഫോഴ്സ് കെ ടൈംസ് ഡിക്രീസ് ചെയ്യും. The force between them decrease. ഇത് എക്സാമിനേഷന്, ബോർഡ് എക്സാമിനേഷനൊക്കെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിഫൈൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജസ് എന്ന് ചോദിച്ചാൽ ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം വിഷയങ്ങളൊക്കെ എഴുതിയാൽ ഒരു മാർക്ക്. ഒത്തിരി പ്രാവശ്യം ചോദിച്ചു. മനസ്സിലായല്ലേ? ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ദിസ് ഈസ് ഇത് പറയാം. ഡിഫൈൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ചുമ്മാതെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. പക്ഷേ എക്സാമിന് ചിലപ്പോൾ എന്ത് ചോദിക്കും? ഡിഫൈൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവർ ഉദ്ദേശിക്കുക. ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു കെ. കെക്ക് നോ യൂണിറ്റ്, കെക്ക് യൂണിറ്റ് ഇല്ല. വാട്ടറിന്റെ കെ എന്ന് പറയുന്നത് 81 ആണ്. വാട്ടറിന്റെ കെ എന്ന് പറയുന്നത് 81. അതിന്റെ അർത്ഥം എന്താ? When these two charges are placed in air, അതിനൊരു എക്സാമ്പിൾ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് അപ്പൊ ഇത് ഇത്രയും മനസ്സിലാവും. ഫോഴ്സ് ഇൻ എയർ ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു കെ. Therefore the force between that two charged particle decreases by k times. ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് k ടൈംസ് ഡിക്രീസ് ചെയ്യും. ഇതിന് ഞാൻ എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രോളിസിസ് എന്ന് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന ഒരു ഇതുണ്ട്, ഇലക്ട്രോളിസിസ്. എന്താ ഇലക്ട്രോളിസിസ് പറയുന്നത്? നമുക്കിപ്പോൾ സോഡിയം ക്ലോറൈഡ്, നമ്മുടെ ഉപ്പ്, സോഡിയം ക്ലോറൈഡിനെ എയറിലിരിക്കുന്ന സമയത്ത് നമ്മൾ തലകുത്തി നിന്നാലും സോഡിയത്തിനെയും ക്ലോറിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് Na പോസിറ്റീവ് ആൻഡ് Cl നെഗറ്റീവ്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ sodium positive and chlorine negative ion is sodium chlorine negative is very, very, very strong. Therefore it is impossible to separate the chlorine and sodium.
ക്ലോറിനെയും സോഡിയത്തിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴ്? എയറിലിരിക്കുന്ന സമയത്ത്. പക്ഷേ ഇവരെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടറിനകത്തേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുന്നു. സോഡിയം Na പോസിറ്റീവ് Cl നെഗറ്റീവിനെയും വാട്ടറിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരുന്ന അവരിത് ഇങ്ങനെ അങ്ങ് ലൂസ് ആകും. കാരണം ഇവിടത്തെ ഫോഴ്സ് എഫ് ആണെങ്കിൽ ഇവിടത്തെ ഫോഴ്സ് എഫ് ഡിവൈഡഡ് ബൈ 81 ആയിട്ട് മാറും. 81 ടൈംസ് ഫോഴ്സ് കുറയും. അപ്പൊ നല്ല സ്ട്രോങ് എയറിൽ ഇരുന്നപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചവര് വെള്ളത്തിൽ വീണപ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് അങ്ങ് സെപ്പറേറ്റ്. അപ്പൊ ഇനി എന്ത് ചെയ്തിരുന്നാൽ മതി? ചെറുതായിട്ടൊന്ന് നമ്മൾ ഹീറ്റ് ചെയ്താൽ മതി. സോഡിയവും ക്ലോറിനും രണ്ടായിട്ട് മാറും. അപ്പോൾ when sodium chloride is dissolved in water, then it is very easy to separate that sodium and chlorine because the force between them is reduced by 81 times because K is 81 for water. വാട്ടറിന്റെ K എന്ന് പറയുന്നത് 8. അതുകൊണ്ടാണ് നമുക്ക് സംഭവിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫോഴ്സ് പറഞ്ഞു. അപ്പൊ ഫോഴ്സ് ബിറ്റ്വീൻ ടു, അപ്പൊ നമ്മൾ മീഡിയം പറയുമ്പോൾ ഒരു K കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, എപ്പോഴും എപ്സിലോൺ സീറോയുടെ കൂട്ടത്തിൽ ഒരു K ഇട്ട് കൊടുക്കുക. എപ്സിലോൺ സീറോ എവിടെ വരുമോ അതിന്റെ കൂട്ടത്തിൽ. ഈ ചാപ്റ്റർ അവസാനിക്കുന്നവരെ നിങ്ങൾ ഓർക്കുക. വാക്വത്തിലിരിക്കുന്ന സമയത്ത് എപ്സിലോൺ സീറോ ഇൻഡിപെൻഡന്റ് ആയിട്ട് കിടക്കും. ഏതെങ്കിലും ഒരു മീഡിയം വരികയാണെങ്കിൽ ആ എപ്സിലോൺ സീറോയുടെ കൂട്ടത്തിൽ ഒരു K അല്ലെങ്കിൽ എപ്സിലോൺ R ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോളൂ. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസ് വെൻ ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആർ ഇൻ വാക്വം. വാക്വത്തിലിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എയറിലിരിക്കുന്ന സമയത്ത് ഈ ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്. ഫോഴ്സ് വെക്ടറാണ്, അതുകൊണ്ട് ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ചാർജ് വരെ, ഇഫ് മോർ ദാൻ 2 ചാർജസ് ആർ പ്രസന്റ് അറ്റ് എ പർട്ടിക്കുലർ പ്ലേസ്, then what is the net force acting on a charge due to the neighboring charges? അതായത് റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ് അടുത്തത്. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസൾട്ടന്റ് ഫോഴ്സ് എത്ര? റിസൾട്ടന്റ് ഫോഴ്സ് അതിന് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട്. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നും പറയാറുണ്ട്. ദാറ്റ് ഈസ് കൺസിഡർ എ 4 ചാർജസ് അല്ലെങ്കിൽ 3 ചാർജസ് Q1, Q2 and Q3 are placed in a region and another charge Q is here. ഈ ചാർജിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നെറ്റ് ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ചാർജിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ്, വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ് സ്മാൾ q ഡ്യൂ ടു Q1, Q2, Q3. നമ്മൾ ചെയ്യേണ്ടുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഈ ലൈൻ വരയ്ക്കുക. ഈ ഡിസ്റ്റൻസ് R1. അത് വെക്ടറിന്റെ ഡയറക്ഷൻ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അതുകൂടെ പറയും. The force acting on this Q due to Q1, that is F1 is equal to 1 by 4 pi epsilon 0 Q1 into Q divided by R1 square. ഈ ചാർജിനെ റിപ്പൽ ചെയ്യും. ബിക്കോസ് ബോത്ത് ആർ പോസിറ്റീവ്. ഇങ്ങോട്ടേക്കായിരിക്കും റിപ്പൽ ചെയ്യുക. F1. സിമിലർലി Q2 നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാതെ, ദാറ്റ് ഈസ് R2. Then what is the force acting on Q due to Q2? 1 by 4 pi epsilon 0 Q2 into Q divided by R2 square. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്, F2. Because both are positive. ഇത് Q3 കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്ര? That is, suppose this distance is equal to R3. Then the force acting on the third charge, this charge due to third charge is equal to 1 by 4 pi epsilon 0 into Q3 into Q divided by R3 square. അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്, F3. Then what is the net force? Net force F is equal to F1 plus F2 plus F3. ഇങ്ങനെ എഴുതിയപ്പോൾ നിങ്ങൾ സന്തോഷിക്കരുത്, തെറ്റാണ്. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ് F1 plus F2 plus F3 എന്ന് ചുമ്മാതെ ആഡ് ചെയ്യുക എന്നാണ്. ഫോഴ്സ് വെക്ടർ അല്ലേ, അതുകൊണ്ട് വെക്ടർ അഡിഷൻ നടത്തണം. അതായത് നെറ്റ് ഫോഴ്സ് F is equal to വെക്ടർ F1 plus വെക്ടർ F2 plus വെക്ടർ F3 plus etc. അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ഇവർക്കിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക, തീറ്റ. Then find the resultant of that two by using the equation root of a square plus b square plus 2ab cos theta വെച്ച് ഇവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. ആ റിസൾട്ടന്റ് ഇങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുന്നതെന്ന് കരുതുക, F12. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെയും ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക. എന്നിട്ട് വീണ്ടും ഇവരുടെ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. അങ്ങനെ വെക്ടർ സം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് വേണം അതിന്റെ ആൻസർ കണ്ടെത്താൻ. ഞാൻ ഒരു ആൻസർ പിന്നീട് ഞാൻ പറഞ്ഞു തരാം.
ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല, ഇത് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിനകത്തേക്ക് വരാം. അപ്പൊ എന്തായാലും നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് ഈസ് ദ വെക്ടർ സം ഓഫ് ദ ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജ്. ഇൻഡിവിജ്വൽ ചാർജുകൾ കൊണ്ടാകുന്ന ഫോഴ്സുകളുടെ വെക്ടർ സം ആയിരിക്കണം. അതാണ് സൂപ്പർ. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് ഡ്യൂ ടു എ ഗ്രൂപ്പ് ഓഫ് ചാർജസ് ഈസ് ദ വെക്ടർ സം ഓഫ് ദ ഫോഴ്സസ് ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഇൻഡിവിജ്വൽ ചാർജുകൾ ഉണ്ടാകുന്ന ഫോഴ്സുകളുടെ വെക്ടർ സം ആയിരിക്കണം. ഇനി ഞാൻ ഈ വെക്ടർ സം പറയുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്. വാട്ട് ഈസ് എ വെക്ടർ റെപ്രസെന്റേഷൻ? ഫോഴ്സ് വെക്ടർ അല്ലേ? ദെൻ ദർ ഈസ് എ വെക്ടർ റെപ്രസെന്റ്. ഇത് നന്നായിട്ട് മനസ്സിലാക്കിക്കോണേ. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പിന്നീട് പറയാം. വെക്ടർ റെപ്രസെന്റേഷൻ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് കൂളംസ് ഇൻവേഴ്സ് സ്ക്വയർ ലോ. വെക്ടർ റെപ്രസെന്റേഷൻ എന്താണ്? അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. വെക്ടർ റെപ്രസെന്റേഷൻ എന്താണ്? ഞാൻ പറയുന്നത്, കൺസിഡർ two positive charges Q1 and Q2 are separated by a distance R in vacuum. നന്നായിട്ട് മനസ്സിലാക്കണം ഇത്. What is the force acting on the first particle due to second particle? ഫസ്റ്റ് പാർട്ടിക്കിളിന് ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് എത്ര? 1/4 pi epsilon 0 into Q1 Q2 divided by R square. What is the force acting on this charge due to this charge? Force on the second particle due to first particle എത്ര? 1/4 pi epsilon 0 into Q1 Q2 divided by R square. Okay. അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്. സപ്പോസ് എ ചാർജ് Q1 and another charge minus Q2 are separated by a distance R in vacuum. What is the force acting on this charge F1 due to 2? That is equal to 1/4 pi epsilon 0 into Q1 Q2 divided by R square. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു, സാറേ ഇത് മൈനസ് അല്ലേ, ഇവിടെ നെഗറ്റീവ് സൈൻ ഇടണ്ടേ? വേണ്ട. നെഗറ്റീവ് സൈൻ ഇട്ടാൽ സാധാരണ നമ്മൾ നെഗറ്റീവും പോസിറ്റീവ് ഇടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഡയറക്ഷൻ കാണിക്കാനാണ്. ഇതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും സൈൻ ഇട്ടാൽ ഡയറക്ഷൻ നമുക്ക് കിട്ടില്ല. നെഗറ്റീവ് സൈൻ ഫോഴ്സിനകത്ത് വന്നാൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, അട്രാക്റ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനകത്ത് ചാർജിന്റെ സൈൻ ഇടുമ്പോൾ നെഗറ്റീവ് വന്നാൽ അതിന്റെ അർത്ഥം ദാറ്റ് ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ്, അല്ലാതെ ഡയറക്ഷൻ അല്ല. നെഗറ്റീവ് ചാർജിന്റെ സൈൻ ഇടുമ്പോൾ കിട്ടുന്ന ഫോഴ്സിനകത്ത് നെഗറ്റീവ് വന്നാൽ അതിന്റെ അർത്ഥം ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഒന്നും അല്ല, അതിന്റെ അർത്ഥം അട്രാക്റ്റീവ്. അതുകൊണ്ട് നമ്മൾ ചാർജിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചാർജിന്റെ സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തോളാം. അപ്പൊ ഇപ്പൊ ചോദിക്കും, സാറ് നേരത്തെ പറഞ്ഞല്ലോ ചാർജിനെ ആഡ് ചെയ്യുമ്പോൾ ചാർജിന്റെ സൈൻ ഇടണം, വെക്ടർ ക്വാണ്ടിറ്റികളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചാർജിന്റെ സൈൻ ഇടണ്ട, പക്ഷെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. ഞാൻ പറയാം. Here, what is the force acting on the second particle due to first particle? That is equal to 1/4 pi epsilon 0 Q1 Q2 divided by R square. അപ്പൊ നിങ്ങൾക്കൊരു സംശയം വരുന്നത്, സാർ ഇതും എല്ലാം ഒന്നല്ലേ? ഞാൻ പറഞ്ഞ അതെ. പിന്നെ എന്തോന്ന് വ്യത്യാസം? വാട്ട് ഇസ് എ ഡയറക്ഷൻ? ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് അറിയാം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് പാർട്ടിക്കിൾ ഡ്യൂ ടു ദിസ് പാർട്ടിക്കിൾ? ഈ പാർട്ടിക്കിൾ ഇവന് കൊടുക്കുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക്? ഇത് പോസിറ്റീവ്, അതും പോസിറ്റീവ് ആയതുകൊണ്ട് റിപ്പൾഷൻ. Therefore, force acting on that particle is F12ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഇവന് കിട്ടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്ക്? ഈ ചാർജ് അവനെ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഇതാണ് F21. ഇങ്ങനെ ആരെങ്കിലും റിപ്പൽ ചെയ്യുമോ? റിപ്പൽ ചെയ്യുന്നത് ദൂരേക്ക് തള്ളിക്കളെ. അപ്പൊ ഇവനെ അങ്ങോട്ട് തള്ളി മാറ്റാൻ ശ്രമിക്കും, ഇവനെ ഇങ്ങോട്ട് തള്ളി മാറ്റാൻ ശ്രമിക്കും. എന്നാൽ രണ്ടാമത്തെ കേസിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. അതുകൊണ്ട് Q1നെ Q2 ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും, Q1 Q2നെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. Therefore, force acting on this particle F12 is in this direction. ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കുമാണ്. ഇതാണ് വ്യത്യാസം. ഈ കാണുന്നതാണ് വ്യത്യാസം. ഇതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇതും മാഗ്നിറ്റ്യൂഡ് മാത്രം. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ എന്തിട്ടില്ല? വെക്ടർ റെപ്രസെന്റേഷൻ ഇതിട്ടാൽ എന്തുകൂടി എഴുതണം? ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഇതിലെ കൂടിയാണ്. ദിസ് ഫോഴ്സ് ആക്ടിങ് ത്രൂ ദ ലൈൻ ജോയിനിങ് ദ ടു ചാർജസ്. ഇയാൾ ഇതിലേ ഇങ്ങനെ കൈയിട്ടിട്ടല്ല റിപ്പൽ ചെയ്യുന്നത്, നേരെ അങ്ങോട്ടേക്ക്, ഇയാൾ നേരെ ഇങ്ങോട്ടേക്ക് പിടിച്ചു വലിക്കുന്നത്, ഇങ്ങോട്ടേക്ക്. എല്ലാ ഫോഴ്സും ആക്ട് ചെയ്യുന്ന അവരെ ജോയിൻ ചെയ്യുന്ന ലൈനിലൂടെയാണ്. അതുകൊണ്ട് ഇതിനെ എഴുതുമ്പോൾ ആറിലൂടെ, ഫ്രം 2 to 1, 2ൽ നിന്നും 1ലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെക്ടർ റെപ്രസെന്റേഷൻ.
അതുപോലെ ഇവിടുത്തെ വെക്ടർ റെപ്രസെന്റേഷൻ എന്തായിരിക്കണം? ഇവന് കിട്ടുന്ന ഫോഴ്സ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആറിലൂടെ 1ൽ നിന്നും 2ലേക്ക്, 1ൽ നിന്നും 2ലേക്ക്. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ വെക്ടർ റെപ്രസെന്റേഷൻ ആറിലൂടെ എങ്ങോട്ട്? 1ൽ നിന്നും 2ലേക്ക്, 1 to 2. വ്യത്യാസം മനസ്സിലായേ? ഇവന് കിട്ടുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ്? ആർ ക്യാപ്പ് ഫ്രം 2 to 1. ദിസ് ഈസ് ദ വെക്ടർ റെപ്രസെന്റേഷൻ. 4 പേരുടെയും. ഇങ്ങനൊന്നും പഠിക്കേണ്ട നിങ്ങൾ ഒരു കാര്യം മാത്രം പഠിച്ചാൽ മതി. വെക്ടർ റെപ്രസെന്റേഷൻ ചോദിച്ചാൽ ഇങ്ങനെ മാത്രം പറയുക. ദ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ഈസ് F ഈസ് ഈക്വൽ ടു 1/4πε0 into Q1 Q2 divided by R². ഇതിനെ വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടുക, ഇവിടെ ആർ ക്യാപ്പ് എന്ന് ഇടുക, തീർന്നു. ഇത് എക്സ് ആണെങ്കിൽ ഇവിടെ x² x ക്യാപ്പ് എന്ന് ഇടണം. ഇത് y എന്ന് എടുക്കുകയാണെങ്കിൽ y² y ക്യാപ്പ് എന്ന് എടുക്കണം. ഈ ആർ ക്യാപിറ്റൽ അതിന്റെ അർത്ഥം എന്താണ്? ആറിലൂടെ. അത് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ ഈസ് എ വെക്ടർ വിച്ച് റെപ്രസെന്റ്സ് ഓൺലി ദ ഡയറക്ഷൻ. വെക്ടറിനെ കുറിച്ച് വലിയ കൺസെപ്റ്റ് വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെക്ടർ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്, അത് പോയി കണ്ടോണം. വെക്ടർ ബേസിക്സ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വെക്ടർ അഡിഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ, ക്രോസ് പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ്, അങ്ങനെ വെക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അറിയാൻ വയ്യാത്തവർ അത് പോയി നന്നായിട്ട് കണ്ടോണം. ഞാനൊരു 5 വീഡിയോ അതിനെ കൊടുത്തിട്ടുണ്ട്. ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ, പിന്നെ അങ്ങനെ കുറച്ച്, പിന്നെ ട്രിഗണോമെട്രി, ലോഗരിതം, ഗ്രാഫുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് വ്യക്തമായിട്ട് അത് കണ്ടോണം. അതുപോലെ തന്നെയാണ് വെക്ടർ എന്ന് പറയുന്ന ഒരു 3 വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 വീഡിയോ, അതും നിങ്ങൾ വ്യക്തമായിട്ട് നന്നായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാണ്. വെക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക്സിനകത്ത് ആയിരിക്കത്തില്ല വരുന്നത്. അത് വരുന്നത് ഒന്നുകിൽ എൻട്രൻസിന്റെ ബാച്ചിന്റെ നോട്ട്സ് ക്ലാസ് ഇടുന്നതിനകത്ത് വരും, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിനകത്ത് വരും. അതും കണ്ടിരിക്കണം. അതിനകത്ത് നിങ്ങൾക്ക് വെക്ടർ അഡിഷൻ വരുന്ന ടോപ്പിക് എങ്കിലും കാണുക. അപ്പൊ ഇതാണ് ഫോഴ്സ്. പക്ഷേ നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇത് കാണില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കിടക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R³ ഇൻറ്റു വെക്ടർ ആർ എന്ന് വരും. R³ ഇൻറ്റു വെക്ടർ ആർ. വെക്ടർ ആർ മീൻസ് ദർ ഈസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അതാണ് ഞാൻ വെക്ടർ കാണണമെന്നൊക്കെ പറഞ്ഞത്. അറിഞ്ഞുകൂടാത്തവർ കണ്ടോണം. വെക്ടർ മീൻസ് ദർ ഈസ് എ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഇതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ആർ ക്യാപ്പ്. ഒരാറും ആർ, ഇതും കൂടെ R². അപ്പൊ പഴയ ആൻസർ കിട്ടും. അപ്പൊ ഇത് വരണമെന്ന് നിർബന്ധമില്ല. ഇവിടെ R² ആണെങ്കിൽ ഇവിടെ യൂണിറ്റ് വെക്ടർ ആർ, ഇവിടെ R³ ആണെങ്കിൽ ഇവിടെ വെക്ടർ ആർ എന്നായിരിക്കും. വെക്ടർ ആർ അറിഞ്ഞുകൂടാങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, അല്ലെങ്കിൽ മനസ്സിലായില്ല. അപ്പൊ ദിസ് ഈസ് ദ വെക്ടർ. മിക്കവാറും പരീക്ഷയ്ക്ക് തരുന്നത് ഇതായിരിക്കും. വെക്ടർ റെപ്രസെന്റേഷൻ ഓഫ് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ 4 കോൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് ഇലക്ട്രിക് ഫോഴ്സ്, രണ്ടാമത്തത് ഇലക്ട്രിക് ഫീൽഡ്, മൂന്നാമത്തത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, നാലാമത്തെ പൊട്ടൻഷ്യൽ എനർജി. ഇത്രയാകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ തീരും. അതിനകത്ത് ഇലക്ട്രിക് ഫോഴ്സ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ ഞാൻ തീർക്കും. ഒരു 2 കേസസ് കൂടെ പറഞ്ഞത്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് വിശദമായിട്ട് പഠിക്കാനുള്ളത്. പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും പെട്ടെന്ന് തീരും. എളുപ്പമാണ്. നമ്മൾ ഈ ചാപ്റ്ററൊക്കെ നന്നായിട്ട് പഠിച്ചാൽ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് വെക്ടർ റെപ്രസെന്റേഷൻ ഓഫ് ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞില്ലേ? ആ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അതിന് വെക്ടർ നന്നായിട്ട് അറിയണം. ഞാൻ വീണ്ടും പറഞ്ഞു, വെക്ടർ നന്നായിട്ട് അറിയില്ലെങ്കിൽ പാടാണ്. ഞാൻ 2 ക്വസ്റ്റ്യൻ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നു. 2 ക്വസ്റ്റ്യൻ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നു. 2 അല്ല 3 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. കൺസിഡർ 2 ചാർജസ് Q1, capital Q1 and Q2 are separated by a distance r. In vacuum, എല്ലാം വാക്യൂത്തിലാണ്. A third charge Q is placed at the center. That is, this is equal to r/2 and r/2. What is the net force acting on this charge due to these 2 charges? ഈ 2 ചാർജുകളും കൊണ്ട് ഇയാൾക്ക് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? അപ്പൊ ഞാൻ ആദ്യമേ പറയാണ്, നിങ്ങൾക്ക് വേണ്ടുന്നവരൊക്കെ എഴുതിയെടുത്തോളൂ. ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ചാർജ് ഡ്യൂ ടു ദിസ് ചാർജ്. ഈ ചാർജ് കൊണ്ട് ഇവന് കിട്ടുന്ന ഫോഴ്സ് F1 ഈസ് ഈക്വൽ ടു 1/4πε0 Q1 into Q divided by R/2 the whole square. ഓർക്കുക, ഇത് പോസിറ്റീവ് ചാർജ്, ഇതും പോസിറ്റീവ് ചാർജ്. ഈ ചാർജ് ഇവനെ അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ഇതാണ് F1ന്റെ ഡയറക്ഷൻ. അതാണ് അറിയേണ്ടത്.
ഈ ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് എത്ര? F2 എത്ര? F2 is equal to 1/4πε0 into capital Q2 into Q divided by R/2 the whole square. ഈ ചാർജ് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ഈ ചാർജ് ഇവനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും F2. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0 എന്ന് പറയല്ലേ. Q1 Q2 ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് F is equal to F1 ഡിഫറൻസ് F2. F1 ആണ് വലുതെങ്കിൽ F1 മൈനസ് F2, F2 ആണ് വലുതെങ്കിൽ F2 മൈനസ് F1. ദിസ് ഈസ് ദ ആൻസർ. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചോണം, ഞാൻ അതിനകത്ത് പറയുന്നില്ല. ഒരു ചെറിയ വ്യത്യാസം ഞാൻ ഇതിനകത്ത് വരുത്തുന്നു. ഈ Q2 എന്ന് പറഞ്ഞത് മൈനസ് Q2 ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇതൊക്കെ എഴുതിയെടുത്തോണം, നിങ്ങൾക്ക് വേണ്ടെന്നൊക്കെ എഴുതിയെടുത്തോണം. ഇത് മൈനസ് Q2 ആയിരുന്നു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? ഈ F1 ഇവനെ റിപ്പൽ ചെയ്യും, ഈ ഫോഴ്സ്. F2 ഇവനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. അപ്പോൾ F2ന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്ക് തന്നെ. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ത് വരും? F1 പ്ലസ് F2. ഒരു ചാർജ് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് F1 പ്ലസ് F2. അപ്പൊ ഇത് വെക്ടർ സം ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സാർ ഇവിടെ വെക്ടർ സം ഉപയോഗിച്ചില്ലല്ലോ. റൂട്ട് ഓഫ് A² പ്ലസ് B² പ്ലസ് 2AB കോസിറ്റീവ് ഇല്ല, അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. രണ്ട് വെക്ടേഴ്സ് ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ വെക്ടർ സം ചെയ്യുമ്പോൾ A പ്ലസ് B എന്ന് കിട്ടും, ഓപ്പോസിറ്റ് ആണെങ്കിൽ A മൈനസ് B എന്ന് കിട്ടും. അതിന് വെക്ടർ പോയി പഠിക്കുക, വെക്ടർ പോയി പഠിക്കുക. ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്, ഫിസിക്സ് പഠിക്കുന്നവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അത്രയും ബേസിക്സ് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ അവർക്ക് ഫിസിക്സ് എളുപ്പമാണ്. ആ ബേസിക്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അതുപോലെ തന്നെ വെക്ടർ, ഇതിൻ്റെ പിന്നെ മാത്തമാറ്റിക്സിൻ്റെ കുറേ ബേസ്. ഇത്രയും സാധനം നിങ്ങൾ അറിയാവുന്നുണ്ടെങ്കിൽ ഫിസിക്സ് അടിപൊളിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും. ഇതിൻ്റെ എല്ലാം ബേസുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ബേസിക്സ് എന്നും പറഞ്ഞുകൊണ്ട് മാത്തമാറ്റിക്സിന്റെ ബേസിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണും. നിങ്ങൾ ഇത് പറയുന്നത് നിങ്ങൾ വീഡിയോ കാണുന്നതിനുള്ള പ്രേരിപ്പിച്ച് എൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടാനല്ല, ഫിസിക്സ് പഠിക്കുന്നത്. നമ്മൾ സാധാരണ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, ബേസിക്സ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഒരു ബിൽഡിംഗ് കിട്ടുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ നന്നായിരിക്കണം. ഫൗണ്ടേഷൻ നന്നല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ബേസിക്സ് നന്നായിട്ട് മനസ്സിലാക്കുക. അതിനാണ് മാത്തമാറ്റിക്കൽ ബേസിക്സും വെക്ടറും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സും പഠിക്കുക. അതില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കുറേ അറിയാമായിരിക്കും. പോട്ടെ, ഇനി ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇപ്പൊ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. 3 charges each of magnitude Q are arranged at the 3 corners of an equilateral triangle. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ 3 കോർണർ 3 ചാർജിന് വെച്ചിരിക്കുന്നു. വാട്ട് ഇസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എനി വൺ ഓഫ് ദ ചാർജ്? ഏതെങ്കിലും ഒരു ചാർജിന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് എത്ര? അപ്പൊ ഇത് A ആണ്, ഇത് A ആണ്, ഇത് A ആണ്. ഞാൻ ഇവന് കിട്ടുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് എത്ര? F ഡാഷ് എന്ന് ഞാൻ എഴുതുന്നു. F ഡാഷ് ഈസ് ഈക്വൽ ടു 1/4πε0 into Q ഡിവൈഡഡ് ബൈ A². ഈ ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, കാരണം റിപ്പൽ ചെയ്യും. ഇവന് കൊടുക്കുന്ന ഫോഴ്സും സെയിം ഫോഴ്സ് ആണ്, 1/4πε0 Q ഡിവൈഡഡ് ബൈ A². ഈ ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് അങ്ങോട്ടേക്കാണ്. ഇവയ്ക്കിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി, ബിക്കോസ് ദിസ് ഈസ് ഇക്വലാറ്റർ ട്രയാംഗിൾ. ഇത് 60 ആയതും ഇത് 60. These two forces are equal and angle between them is equal to 60 degree. Therefore, net force F is equal to √3F dash. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കരുത്. വെക്ടർ പോയി റിസൾട്ടന്റ് കണ്ടുപിടിക്കുന്ന കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ √A² + B² + 2AB cos θ വെച്ച് നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് അറിയാവുന്നവർക്ക് എളുപ്പമാണ്. Therefore, net is equal to √3 into 1/4πε0 Q² divided by A². This is the answer. എന്നാൽ ചെറിയൊരു വ്യത്യാസം. ഈ ചാർജ് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. ഈ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ വാട്ട് ഇസ് എ നെറ്റ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ, ഈ ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സ് 1/4πε0 Q² by A² ഇങ്ങോട്ടേക്ക്. ഈ നെഗറ്റീവ് ചാർജ് ഇവന് കൊടുക്കുന്ന ഫോഴ്സും 1/4πε0 Q ഡിവൈഡഡ് ബൈ A². പക്ഷേ ഇവൻ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ടേക്കാണ്, F ഡാഷ്. കാരണം ഇവനെ അട്രാക്ട് ചെയ്യും. Then the angle between these two is equal to 120 degree. ഇവയ്ക്കിടയ്ക്ക്, കാരണം ഇത് 60 ഡിഗ്രി ആണെങ്കിൽ റിമൈനിങ് 120 degree. If two equal vectors makes an angle 120 degree, then the net force is equal to F dash തന്നെയാണ്. That is equal to 1/4πε0 Q² divided by A² തന്നെയാണ്.
ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. 2 ഈക്വൽ വെക്ടേഴ്സ് മേക്സ് ആൻ ആംഗിൾ 120 ഡിഗ്രി, then their resultant is equal to f dash തന്നെ. ഇത് ഞാൻ വീണ്ടും പറയുന്നു, വെക്ടർ നന്നായിട്ട് പഠിച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ ഈ എൻട്രൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സ്പീഡ് ചെയ്യാൻ പറ്റുന്നവർക്കാണ് അതിൻ്റെ മാർക്കുകൾ കിട്ടുക, അല്ലാതെ കിട്ടൂല, സമയം കിട്ടില്ല. അപ്പൊ ഇത്രയും ആയപ്പോൾ നമ്മൾ എന്ത് കഴിഞ്ഞു? ഫോഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ നന്നായിട്ട് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം.